നിലമ്പൂരിൽ PV അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന് കോൺഗ്രസ്. UDF-മായി സഹകരിക്കണമെന്ന് അൻവറിന് തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിന്റെ ഉപാധികൾ കണക്കിലെടുക്കേണ്ടെന്ന് UDF യോഗത്തിൽ തീരുമാനമായി. UDF യോഗത്തിന് ശേഷവും അൻവർ ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി പറഞ്ഞ പരാമർശങ്ങളിൽ അൻവർ ഉറച്ചു നിൽക്കുകയാണ്. മുന്നണി പ്രവേശനം കാത്തുനിന്ന PV അൻവറിനെ വെട്ടിലാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കടുത്ത നിലപാട്. UDF നയം വ്യക്തമാക്കി. ഇനി അൻവർ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നുള്ളതാണ് UDF തീരുമാനം. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. രാവിലെ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വൈകിട്ട് തീരുമാനമുണ്ടാകും എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ നിലമ്പൂരിലെ UDF നേതൃയോഗം കഴിഞ്ഞ ശേഷം അൻവറിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. എന്നാൽ UDF പ്രഖ്യാപനം വന്നതിന് തൊട്ടുപുറകെ PV അൻവർ വീണ്ടും മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതീക്ഷ ഉണ്ടെന്നും ചർച്ചകൾ തുടരുമെന്നും അൻവർ. അത് ലീഗ് നേതാക്കളുടെ മധ്യസ്ഥത തന്നെയായിരിക്കും. PV അബ്ദുൽ വഹാബിന്റെ വസതിയിലാണ് ചർച്ച നടന്നത്. അൻവർ UDF-നൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും 19-ന് മുൻപ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. 19-നാണ് തെരഞ്ഞെടുപ്പ്. പോളിംഗ് നടക്കുന്നതിന് മുമ്പ് തീരുമാനമായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും. ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ കൂടി കൂട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ടീം 24 നിലമ്പൂർ.